discuss about the area under a graph. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിൻ്റെ ഏരിയ കാണാനുള്ള മെത്തേഡാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ, ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, then the area under the graph of f between x equal to a and x equal to b is integral a to b f of x dx. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ, ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഏരിയ അണ്ടർ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിനും എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈനിനും ആ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് എഫ് ഈസ് നെഗറ്റീവ് അറ്റ് സം പോയിന്റ്സ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, then integral a to b f of x dx is the signed area of the region between the graph of f and the x-axis and the lines x equal to a and x equal to b. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കുറച്ച് സ്ഥലത്ത് നെഗറ്റീവ് ആണെങ്കിൽ, ഫുള്ള് പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. കുറച്ച് സ്ഥലത്ത് പോസിറ്റീവ്, കുറച്ച് സ്ഥലത്ത് നെഗറ്റീവ് ആണ്. അങ്ങനെ ആവുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻഡ് ഏരിയയായി മാറും. സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, കുറച്ച് നെഗറ്റീവും കുറച്ച് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും എന്ന് നോക്കാം. അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ഇതാണ്, ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ സി ആൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ സി ബി ഫോർ സം സി ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി, then the area of the region between the graph of f, the x-axis and the lines x equal to a and x equal to b is integral a to c f of x dx minus integral c to b f of x dx. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ സിയിൽ പോസിറ്റീവും ക്ലോസ്ഡ് ഇന്റർവൽ സി ബിയിൽ നെഗറ്റീവാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ എ ടു സി, ഫംഗ്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതുക. പിന്നെ സി ടു ബി ഫംഗ്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുക്കുക? ഇൻ്റഗ്രലിന് മുന്നേ ഒരു മൈനസ് സൈൻ കൊടുക്കുക. മൈനസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എക്സ് എഫ് ആൻഡ് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി കിട്ടും. അപ്പം ഇങ്ങനെയാണ് കുറച്ച് നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ by the x-axis, bounded by the x-axis, y-axis, the line x equal to 2 and the parabola y equal to 3x square. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും അതുപോലെ ലൈൻ എക്സ് ഈക്വൽ ടു 2നും പരാബോളയ്ക്കും ഇടയിലുള്ള ഭാഗത്തിലെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ കേർവ് എന്ന് പറയുന്നത് y equal to 3x square ആണ് അല്ലേ? The required area is the region bounded by the parabola y equal to 3x square, x-axis, y-axis എന്ന് പറഞ്ഞാൽ എന്താ? x equal to 0 അല്ലേ? അപ്പോൾ y equal to 3x square ഏരിയ ആണ് കണ്ടത്. x-axisഉം and the line x equal to 0 and x equal to y ആക്സിസിനെയാണ് നമ്മൾ x equal to 0 എന്ന് എഴുതി. അപ്പോൾ ഹിയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ? ഹിയർ y equal to 3x square. എക്സ് സ്ക്വയർ, എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എക്സ് സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 വരുള്ളൂ അല്ലേ? അപ്പോൾ ഇതിനെ നോക്കി ഇങ്ങനെ ചെയ്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സിൻ, ഇവിടെ എക്സിൻ്റെ ബൗണ്ടറീസ് വന്നിട്ടുണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ 0 to. ക്ലോസ്ഡ് ഇന്റർവൽ 0 to ഇത് എപ്പോഴും
greater than or equal to 0 വരുള്ളൂ. Hence the required area is the integral of f between the limits x equal to 0 and x equal to 2. Also നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ കാണാം ബൈ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂള് അതുപോലെ പവർ റൂള് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തൊരു എഫ് ഓഫ് എക്സ് 3x² ആണ്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, 3x²ന് 3 × x³ / 3 എന്ന് എഴുതും. അപ്പോൾ എന്ത് കിട്ടും, x³ റിക്വയർഡ് ഏരിയ equal to integral 0 to 2 3x² dx which is equal to integral 0 to 2 f of x dx ആണ്. f of x ന്റെ ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, ആൻറ്റി ഡെറിവേറ്റീവ് എഴുതുക 0 to 2. ആൻറ്റി ഡെറിവേറ്റീവ് x³ ആണ്. 0 to 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 8³ - 0³. അപ്പോൾ 8 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ 8 ആണ് നമ്മുടെ ഈ പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്നുള്ള ഇത് പഠിച്ചിട്ടുള്ളൂ. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അങ്ങനെ ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതാണ് റിക്വയർഡ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to x² - 1 x-axis, y-axis and the line x equal to 3. അപ്പോൾ the required area is the region bounded by the curve y equal to x² - 1 x-axis and the line y-axis എങ്ങനെ എഴുതാം, x equal to 0 and x equal to 3. So here y equal to f of x which is equal to x² - 1 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, x - 1 into x plus 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ x - 1 into x plus 1 എഴുതാം. അപ്പോൾ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. ഇത് 0 തൊട്ട് x എന്ന് പറയുന്നത് 0 തൊട്ട് 3 വരെയാണുള്ളത്. x 0 തൊട്ട് 3 വരെയാണുള്ളത്. അപ്പോൾ x 0 തൊട്ട് 1 വരെ അല്ലേ, x equal to 1 ആവുമ്പോൾ ഈ ഫംഗ്ഷൻ ഒന്ന് 0 ആവും. അതുപോലെ x equal to -1 ആവുമ്പോൾ ഒന്ന് 0 ആവും. അപ്പോൾ x equal to 1 വരെ ഫംഗ്ഷൻ ഒരു സൈനും 1 കഴിഞ്ഞിട്ട് വേറെ സൈൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ 0 less than or equal to x less than or equal to 1 x - 1 എന്ത് വരും, നെഗറ്റീവ് വരുമ്പോൾ x - 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. x plus 1 അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 1 ചെറുത് വരുമ്പോൾ ഇത് നെഗറ്റീവ് വരും, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ത് വരും, സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി അടുത്തത് 1 തൊട്ട് 3 വരെ x - 1 എന്ത് വരും, 1 തൊട്ട് 3 വരെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x plus 1 എന്ത് വരും, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 0 തൊട്ട് 1 വരെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും അതിന് ശേഷം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഓൾസോ ബൈ സം ആൻഡ് പവർ റൂൾ ഫോർ ആൻറ്റി ഡെറിവേറ്റീവ്സ് ആൻഡ് ആൻറ്റി ഡെറിവേറ്റീവ് ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഈസ് f of x equal to x³ by 3 -1 ഉണ്ട് അല്ലേ, -x. അപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഇതാണ്. അപ്പോൾ therefore required area equal to integral 1 to 3 x² - 1 dx -0 to 1 നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും. 0 to 1
എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ്. അപ്പം ആൻറ്റി ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ഫ്രം 1 to 3 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ഫ്രം 0 to 1. വാല്യൂ എന്ത് കിട്ടും നോക്കാം. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ക്യൂബ് വരും. 3 ക്യൂബ് 27/3. അപ്പോൾ 9 വരും. 9 മൈനസ് 3 മൈനസ് ഇവിടെ 1/3 മൈനസ് 1 വരും. ഇവിടെ 1 കൂടെ കൊടുക്കുമ്പോൾ 1 കൊടുത്തപ്പോൾ മൈനസ് 1/3 മൈനസ് 1 വന്നു. ഇനി അടുത്ത ഇത് കൊടുക്കുമ്പോൾ അടുത്ത 1 കൊടുക്കുമ്പോൾ മൈനസ് 1/3 മൈനസ് 1. 0 കൊടുക്കുമ്പോൾ 0 വരും. അപ്പോൾ ടോട്ടൽ എന്ത് വരും? ഇത് ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് കിട്ടും 9 മൈനസ് 3 എന്ന് പറയുമ്പോൾ 6 വരും. 6 മൈനസ് ഇവിടെ പ്ലസ് 2 വരും അല്ലേ? 1 1 കൂടെ 2 വരും. അപ്പോൾ 4 വരും. 4 പ്ലസ് ഇവിടെ മൈനസ് 1/3 മൈനസ് 1/3 4 മൈനസ് 1/3. ടോട്ടൽ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. 9 മൈനസ് 3 മൈനസ് ഇവിടെ 1/3 മൈനസ് 1 ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയാലും മതി. മൈനസ് 2/3 പ്ലസ് 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 22/3 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 തൊട്ട് 3 വരെ പോസിറ്റീവ് ആയതുകൊണ്ട് അത് ആദ്യം എടുത്തു. പിന്നെ -0 to 1 തൊട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ മൈനസ് കൊടുത്തിട്ട് ആ ഇൻ്റഗ്രൽ അവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് സൈൻ ചേഞ്ച് വരുമ്പോൾ ഏരിയ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കർവ് y equal to x² minus 6x plus 8, 0 less than or equal to x less than or equal to 3 and the x-axis. അപ്പോൾ നമ്മുടെ കർവ് തന്നിട്ടുണ്ട് y equal to x² minus 6x plus 8. But the required area is the region bounded by the curve y equal to x² minus 6x plus 8 and the x-axis and the lines x equal to 0 and x equal to 3. Here f of x equal to ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് വേണം കേട്ടോ തുടങ്ങാനായിട്ട്. x² minus 6x plus 8. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x minus 4 into x minus 2 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. അപ്പോൾ എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. x equal to 2-ൽ അതുപോലെ x equal to 4-ലും അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ സൈൻ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെയൊക്കെ 0 വന്നതുകൊണ്ട് അവിടെ സൈൻ ചേഞ്ച് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 0 തൊട്ട് 2 വരെ ഫംഗ്ഷൻ്റെ സൈൻ എന്താണെന്ന് നോക്കാം. 0 to 2 വരെ x minus 4 എന്ത് വരും? 0 to 2 വരെ x minus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. x minus 2 അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ് വരും. ഇനി അടുത്ത നമുക്കിവിടെ 2 3 വരെ ആവശ്യമുള്ളൂ, 4 വരെ ഉള്ളത് വേണ്ട. അപ്പോൾ 2 തൊട്ട് 3 വരെ x minus 4 എന്ത് വരും? അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. x minus 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് 4 കഴിഞ്ഞിട്ടേ പിന്നെ സൈൻ ചേഞ്ച് വരുള്ളൂ. അതുകൊണ്ട് ഇത്ര 2 ഉണ്ടാവുള്ളൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഓൾസോ ദ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? അതിന് മുന്നേ ആയിട്ട് ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഈ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്
കണ്ടുപിടിക്കാം. ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 എന്ന് പറയുന്നത് വരും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 6 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 8x. ഇത് വരും. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, 3 ആവും. അപ്പൊ നമുക്ക് ഇനി റിക്വയർഡ് ഏരിയ ചെയ്താലോ. Therefore the required area equal to integral 0 to 2 വരെ പോസിറ്റീവ് ആണ്. 0 to 2 x സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 dx മൈനസ് ഇന്റഗ്രൽ 2 to 3 നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുത്തു. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 dx which is equal to വാല്യൂ എഴുതാം. എക്സ് ക്യൂബ് ബൈ 3x സ്ക്വയർ പ്ലസ് 8x 0 to 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 3x സ്ക്വയർ പ്ലസ് 8x 2 to 3. വാല്യൂസ് ഒക്കെ എഴുതാം. ഇവിടെ 2 ക്യൂബ് 8 ബൈ 3 മൈനസ് 3 ഇൻറ്റു 4 പ്ലസ് 8 ഇൻറ്റു 2 വരും. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് 3ൻ്റെ വരും, പിന്നെ നെക്സ്റ്റ് 2ൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെഗറ്റീവ് ഉള്ളത് ആഡ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പം എന്താ വരിക? 8 ബൈ 3 മൈനസ് 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12, 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 16 മൈനസ് 0 വരുമ്പോൾ മൊത്തത്തിൽ 0 ആയിപ്പോൾ. പിന്നെ ഈ മൈനസ് 3 ക്യൂബ് 27 ബൈ 3 9 മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 27, 8 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 24 മൈനസ് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ക്യൂബ് ബൈ 3 എന്ന് പറയുമ്പോൾ 8 ബൈ 3. ആ മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും കേട്ടോ. ഈ മൈനസും കൂടെ 8 ബൈ 3 മൈനസ് 12 പ്ലസ് 16. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ടോട്ടൽ ആൻസർ എന്ത് കിട്ടും നോക്കാം. നേരത്തെ അതേ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. 22 ബൈ 3 സ്ക്വയർ യൂണിറ്റ്സ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് 22 ബൈ 3 സ്ക്വയർ യൂണിറ്റ്സ്. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് എഴുതുക കേട്ടോ. ആദ്യം കോൺസ്റ്റൻറ്റുകളൊക്കെ ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 8 ബൈ 3 അങ്ങനെയുള്ളത് ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടും ആൻസർ. അപ്പോൾ ഏരിയ കാണാനുള്ള കാര്യം ഏകദേശം ക്ലിയർ ആയി കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An object moving in a straight line has velocity v equal to 6t power 4 plus 3t square at the time t. How far does the object travel between t equal to 1 and t equal to 10? അപ്പോൾ ഏരിയ എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് പ്രോബ്ലവും സെയിം ആണ്. കാണാനുള്ള ഇക്വേഷൻ ഒക്കെ സെയിം ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ തന്നെ യൂസ് ചെയ്താൽ മതിയാവും അല്ലേ. അപ്പോൾ ഹിയർ ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് v ഈക്വൽ ടു 6t power 4 പ്ലസ് 3t സ്ക്വയർ ആണ്. t പവർ 4 എന്ന് പറയുന്നത് t ഏതായാലും പോസിറ്റീവ് ആയിരിക്കും. t സ്ക്വയർ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഫോർ ഓൾ t എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെയാണ്. ഫോർ ഓൾ t 1 തൊട്ട് 10 വരെ ഏതായാലും പ്രശ്നമില്ല. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഏരിയ കാണാം. അല്ല, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. എന്ത് കാണാനായിട്ട്? ഡിസ്റ്റൻസ് കാണാനായിട്ട്. അപ്പോൾ ഓൾസോ ബൈ സം കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആൻഡ് പവർ റൂൾ ഫോർ ആൻറ്റി ഡെറിവേറ്റീവ്സ്. ആൻഡ് ആൻറ്റി ഡെറിവേറ്റീവ് ഫോർ v ഈക്വൽ ടു 6t പവർ 4 പ്ലസ് 3t സ്ക്വയർ ഈസ് f of t ഈക്വൽ ടു എന്ത് വരും?
6 into t power 5 by 5 plus 3 into t cube by 3. അപ്പോൾ ഇതൊരു t cube വരും. So hence the displacement of the object is given by delta d, which is equal to integral a to b v dt. ഇവിടെ a b എന്താണ് 1 തൊട്ട് 10 വരെയാണ്. 6 t power 4 plus 3 t square dt. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചായിരുന്നു. എത്രയാ? 6 t power 5 by 5 plus t cube 1 തൊട്ട് 10 വരെ. അപ്പോൾ അവിടെ ആദ്യം 10 കൊടുക്കുക. 6 by 5 into 10 power 5 plus 10 cube minus 1 കൊടുക്കുക. 6 by 5 into 1 plus 1. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 2 1 0 മൈനസ് 11 by 5 വരും. ടോട്ടൽ 604 9 8 9 by 5 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് എന്ത് വരിക? നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് വരിക, സ്ക്വയർ യൂണിറ്റ്സ് അല്ല. അപ്പോൾ ഇത്രയും യൂണിറ്റ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ വെലോസിറ്റി ഡിസ്റ്റൻസ് പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ഓൺ ദ എക്സ് ആക്സിസ് ഈസ് v equal to 4t minus 2t square. If the object is at x equal to 1 at t equal to 0, where is it at t equal to 4? How far has it traveled? അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ t 0 ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ t 4 ആകുമ്പോൾ എക്സ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അതുകൂടാതെ എത്ര ദൂരം ഇത് ട്രാവൽ ചെയ്തു എന്നും കണ്ടുപിടിക്കണം. അപ്പം സൊല്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ the velocity of the object on the x-axis is v equal to 4t minus 2t square by some constant multiple and power rule for antiderivatives. An antiderivative for v equal to 4t minus 2t square is f of t equal to 4 into t square by 2 plus 2 into plus അല്ല ഇവിടെ മൈനസ് ആണ് t cube by 3 which is equal to 2t square minus 2t cube by 3. Hence the displacement of the object for the time interval t equal to 0 to t equal to 4 is given by delta d, which is equal to ഇതൊരു ഡെൽറ്റ ഡി എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b v dt ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, 1 തൊട്ട് അല്ല t equal to 0 തൊട്ട് 4 വരെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം എന്ത് വരും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് t നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 4 മൈനസ് 2t എന്ന് വരും. അപ്പോൾ t എന്ന് പറയുന്നത് 2-ൽ ഒരു സൈൻ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് പ്രശ്നമില്ല. അപ്പം നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. ഡെൽറ്റ ഡി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. അതിനുശേഷം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്ത് വരും? നമ്മുടെ സൈനിൻ്റെ ഏരിയ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. 0 to 4 4t മൈനസ് 2t സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ് കാണണമെങ്കിൽ മൊത്തത്തിൽ ഏരിയ കാണണം. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ സൈനിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. എന്ത് വരും?
ഇവിടെ 2t² minus 2t³/3 from 0 to 4. അപ്പോൾ 4 കൊടുക്കുമ്പോൾ 2 × 4². 16 × 2 എന്ന് പറയുമ്പോൾ 32 വരും. ഇവിടെ 4³ × 2/3 എന്ന് പറയുമ്പോൾ -128/3 വരും. അപ്പോൾ ടോട്ടൽ വരിക -32/3 യൂണിറ്റ്സ് ആണ് വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഡിസ്റ്റൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ t = 4 ആവുമ്പോൾ x എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം എന്ത് ചെയ്തത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ let x = f of t be the position of the object at time t. പൊസിഷൻ ആണ് x അല്ലേ? അപ്പോൾ then displacement of the object for the time interval t = 0 to t = 4 is delta d, which is equal to f of 4 minus f of 0. And so f of 4 minus f of 0 equal to എന്താണ്? കണ്ടുപിടിച്ചായിരുന്നു -32/3. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഏതാ? f of 0 നമുക്കറിയാം. It implies f of 4 equal to f of 0 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. -32/3 പ്ലസ് f of 0 എത്രയാണ്? f of 0 equal to 1 ആണ്. അപ്പോൾ മൊത്തത്തിൽ എത്ര വരും? -29/3 യൂണിറ്റ്സ് വരും. അപ്പോൾ f of 4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 29/3 യൂണിറ്റ്സ്. അതായിരുന്നു ആദ്യം കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? x = t = 4 ആവുമ്പോൾ x എത്രയാ എന്ന്. അപ്പം അത് കിട്ടി -29/3. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കാണണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടത് ഇത് കാണാൻ വേണ്ടിയായിരുന്നു. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കാണണം. അപ്പം അതിന് സാധാ ഏരിയ പോലെയാണ് ചെയ്യേണ്ടത്. നെഗറ്റീവോ പോസിറ്റീവോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഹിയർ ദ വെലോസിറ്റി v = 40 - 2t² ആണ്. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവുന്നത് എപ്പോഴാണ് നോക്കാം. ഡിസ്റ്റൻസ് കാണാനായിട്ട് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു t × 2t × 2 - t. അപ്പോൾ t = 2ൽ സൈൻ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 0 തൊട്ട് 2 വരെ ഒരു സൈൻ ആയിരിക്കും, 2 തൊട്ട് വേറൊരു സൈൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഫോർ 0 <t < 2ൽ വെലോസിറ്റി എന്താവും? 2നേക്കാൾ ചെറുതാവുമ്പോൾ ഇത് നെഗറ്റീവ് ആവും അല്ലേ? 2നേക്കാൾ ചെറുതാവുമ്പോൾ നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? v > 0 വരും. 0യ്ക്കും 2നും ഇടയിലാണെങ്കിൽ 0യ്ക്കും 2നും ഇടയിലാണെങ്കിൽ ഇത് പോസിറ്റീവും ഇതും പോസിറ്റീവ് തന്നെ വരും. ഇനി ഫോർ 2 <t < 4 അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 2നേക്കാൾ വലുത് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ v < 0 വരും. അപ്പോൾ the object turns around when v changes sign. Hence the total distance traveled by the object is എന്ത് വരും? integral 0 to 2v dt minus integral 2 to 4v dt, which is equal to integral 0 to 2 ഫംഗ്ഷൻ എന്താണ്? 40 - 2t² dt minus integral 2 to 4 40 - 2t² dt. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എന്ത് വരും? 2t² minus 2t³ 3. 0 to 2
ഇവിടെയാണെങ്കിൽ 2t² മൈനസ് 2t³ 3. ഇവിടെ 2 to 4. അപ്പോൾ വാല്യൂസ് ഒക്കെ കൊടുക്കുക. ആദ്യം 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ ഇവിടെ 4 × 2 8 മൈനസ് 16/3. പിന്നെ 0 കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 0 ആയപ്പോൾ അടുത്തതിൽ 4 കൊടുക്കുമ്പോൾ -32 മൈനസ് പ്ലസ് 128/3 പ്ലസ് ഇനി -2 കൊടുക്കാൻ പോകണം. അപ്പോൾ മൈനസ് പ്ലസ് ആയി. അപ്പോൾ ഇവിടെ 8 വന്നു. പിന്നെ മൈനസ് ഇവിടുത്തെ മൈനസും കൂടി ആകുമ്പോൾ മൈനസ് വന്നു 16/3. ടോട്ടൽ ആഡ് ചെയ്യുക. എത്ര കിട്ടും? -16 + 32 കിട്ടും ഇവിടെ. -16 + 32 which is equal to 16 അല്ലേ? 16 യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം തന്നെ മനസ്സിലായില്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്തിന്റെ എൻഡ് പോയിന്റും അതുപോലെ ഇനിഷ്യൽ പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്തിന്റെ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെലോസിറ്റിയും അതുപോലെ ഡിസ്പ്ലേസ്മെന്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനും അതുപോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി.